ദൈവം ആരെയും ഭൂമിയിൽ വെറുതെ ജനിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാതെ ഒരു സൃഷ്ടിയും ഭൂമിയിൽ ജീവിക്കുന്നില്ല, ജനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളത് സ്പിരിച്വാലിറ്റിയുടെ സപ്പോർട്ടോടുകൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവവിശ്വാസമുള്ളവർക്കൊക്കെ അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ദൈവാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെയൊക്കെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ദൈവിക പദ്ധതി നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഒന്ന്, നിങ്ങൾക്കൊക്കെ ഒരു പെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും സംഗതി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഒരു വലിയ സ്ട്രഗിൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ചിലപ്പോൾ മെന്റൽ സ്ട്രഗിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി മേഖലയിൽ നിങ്ങൾ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നു, നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവാൻ പറ്റുന്ന സ്ട്രഗിൾ അനുഭവിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ സ്ട്രഗിളിനെ, ആ പെയിനിനെ അഡ്രസ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ചാവി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് ഫുൾ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ അത് നമ്മളുടെ സ്ട്രഗിൾ ആയിരിക്കണം ഒരു കാലത്ത്. അപ്പൊ നമുക്ക് ഒരുപാട് എംപതി വർക്ക് ചെയ്യുകയും ഇതെങ്ങനെയാണ് ശരിയാകണം എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ സ്ട്രഗിൾ എന്നത് നിങ്ങൾ അഡ്രസ് ചെയ്യുക. നിങ്ങൾക്കെല്ലാം ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഈ വേദനകൾ, നിങ്ങളുടെ ആന്തരിക മുറിവുകളും നിങ്ങളുടെ ലൈഫ് ജേർണിയിലും നിങ്ങളുടെ സ്ട്രഗിളും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രേസ് ആണ്, ഒരു കൃപയായിരിക്കും, ഒരു ടാലന്റ് ആയിരിക്കാം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ആ ടാലന്റിനെ നിങ്ങൾ അഡ്രസ് ചെയ്യുക. ആ ടാലന്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സൊസൈറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇനി എനിക്ക് അറിവുണ്ട്, എനിക്ക് എന്റെ ലൈഫിലൊരു പെയിൻഫുൾ ആയ സ്റ്റോറി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതായത് നമ്മളെ കുറിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഇടം വേണം. അങ്ങനെ ഒരു ഇടം ദൈവം തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരും. ഇനി അഥവാ അങ്ങനെ ഒരുക്കിയിട്ടില്ലെങ്കിൽ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് ചെയ്യണം. നിങ്ങൾ അവസരങ്ങളെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളാണ് എന്റെ കീ എന്ന് പറയുന്നത്. എന്റെ പെയിൻഫുൾ ആയിട്ടുള്ള ജേർണി എനിക്ക് എംപത്തി ക്രിയേറ്റഡ് ആവുന്ന ഒരു സംഗതി. സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് അവയർനെസ് ഉണ്ടാകണമെന്നുള്ളതാണ്. ഈ കാര്യം ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, എനിക്ക് ക്ഷീണം വരുന്നില്ല, ഇതെന്റെ ഒരു പാഷൻ പോലെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് ആളുകളെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്. സോ എനിക്ക് അതിന് എന്നെ കൊണ്ട് ദൈവം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ശേഷിയാണ് തന്നിട്ടുള്ള, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് മടുപ്പുണ്ടാക്കുകയോ ബോറടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ അനുഭവിച്ച സ്ട്രഗിളുകളിൽ നിന്നുമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ലക്ഷ്യം കർത്താവ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇതായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് സ്ട്രഗിൾ ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ടാലന്റ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും, അത് ഉപയോഗിച്ച് സൊസൈറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. സമൂഹത്തിലെ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ അനുഭവിച്ച അതേ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. അവരെ എങ്ങനെ സഹായിക്കാം, എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കും ദൈവം നിങ്ങളുടെ മനസ്സിൽ തരിക. നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തിരിച്ചറിയുക. അങ്ങനെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവ്, പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇനി അവസരങ്ങൾ ഉണ്ടായില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പോലെ അവസരങ്ങളെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ സഹായത്തോടെ ചെയ്തു തുടങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.